Hi students, welcome to my classes Construction Management and Safety Engineering. Today we shall discuss about plot. Last class we discussed about different types of activity times, that is EST, EFT, LST, LFT, etc. Everything is a derivative of TE and TL, that is latest time and earliest time. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ LFT, EFT, EST ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. സോ ഇന്ന് നമുക്ക് CPM മെത്തേഡിലാണ് ഇതെല്ലാം പറയുന്നത്. CPM മെത്തേഡിൽ ഫ്ലോട്ട് പറഞ്ഞൊരു ടേം പറയുന്നത്. വാട്ട് ഈസ് ഫ്ലോട്ട്? ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡെറിവേറ്റീവ് ഓഫ്, ഫ്ലോട്ട് റിലേറ്റ് ചെയ്യുന്നത് ആക്ടിവിറ്റി ടൈംസ് ആണ്. ആക്ടിവിറ്റി ടൈംസ് എന്ന് പറഞ്ഞാൽ EST, EFT, early finish time, LST, latest start time and latest finish time. L എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ടില്ല, ഇത് ഏർലി. സോ ഇറ്റ് ഈസ് അനലോഗസ് ടു ദ ടേം സ്ലാക്ക് വിച്ച് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇവന്റ് ടൈംസ്. സോ അത് നിങ്ങൾ ഇപ്പൊ മൈൻഡ് ആക്കണ്ട. സോ അത് സ്ലാക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് തരത്തിലുള്ള ഒരു സംഭവമാണ് എന്നാണ് പറഞ്ഞത്. അത് കൺഫ്യൂഷൻ ആയില്ല, അത് പറ്റും CPM കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവും. Slack denotes the flexibility range within which an event can occur. It is the difference between the earliest time and the latest time. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഈവന്റ് ആണെങ്കിൽ ഇതൊരു ആക്ടിവിറ്റി ആയിരിക്കും അല്ലെ നടക്കത്തത്. അപ്പൊ ഇവിടെ ടി ഉണ്ടാവും, there will be one TL. ഇവിടെ അതുപോലെ ഒരു ടി ഉണ്ടാവും, ഒരു TL ഉണ്ടാവും. അപ്പൊ സ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ ടി മൈനസ് TL, ഈ ഒരു ഡിഫറൻസിന് നമ്മൾ സ്ലാക്ക് എന്ന് പറയും. TL മൈനസ് ടി ആണ് സ്ലാക്ക് വരുന്നത്. സോ TL മൈനസ് ടി ഈസ് ദ സ്ലാക്ക്. അത് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സ്ലാക്കിന്റെ ഒരു സ്ലൈഡ് ഉൾപ്പെടുത്തി. സ്ലാക്ക് ഡിനോട്ട്സ് ദ, അപ്പൊ ഈ പോയിന്റിൽ നമുക്ക് ഒരു സ്ലാക്ക് എഴുതാൻ പറ്റും. എത്രയാണ് സ്ലാക്ക്, ഈ ഒരു ഡിഫറൻസ് എത്രയാണ്, അതുപോലെ ഈ ഒരു നോഡിൽ എത്രയാണ് സ്ലാക്ക്, അത് എഴുതാൻ വേണ്ടി പറ്റും. So float denotes the range within which an activity start or finish time or its finish time may fluctuate without affecting the completion of the project. അപ്പോ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ സ്ലാക്ക് വ്യത്യസ്തമായിട്ട് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ്. സംതിങ് റിലേറ്റഡ് ടു ആക്ടിവിറ്റി ടൈംസ്. സോ സ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈവന്റ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട്, അത് രണ്ടും തമ്മിൽ വരിക. സ്ലാക്ക് ഈവന്റ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട്, ഫ്ലോട്ട് ആക്ടിവിറ്റി ടൈമായിട്ട്. ഫ്ലോട്ട് ആണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് CPM ഉപയോഗിക്കുന്നത്, വേറെ സ്പെർട്ടിൽ സ്ലാക്ക് ആണ് ഉപയോഗിച്ചത്. സ്പെർട്ടിൽ സ്ലാക്ക് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. സ്പെർട്ടിൽ മെയിൻ ആയിട്ട് സ്ലാക്ക് ഉപയോഗിക്കുന്നു, CPM മെയിൻ ആയിട്ട് ഫ്ലോട്ട് ഉപയോഗിക്കുന്നു. ഫ്ലോട്ട്, റൈറ്റ്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോട്ട്? They can be categorized into 4 types: total float, free float, independent float and interferent float, right? So എന്താണ് ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ? Total float of an activity is the excess of the minimum available time over activity time. നമ്മൾ ഒരു ആക്ടിവിറ്റി തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈം ഉണ്ട്, ആ ടൈമിൽ കൂടാതെ ഒരു അവൈലബിൾ ഒരു എക്സസ് ടൈം വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ഓവറോൾ ഡ്യൂറേഷൻ ഓഫ് ദ പ്രൊജക്ട്. ഓവറോൾ ഡ്യൂറേഷൻ എഫക്ട് ചെയ്യാത്ത രീതിയിൽ എത്ര ടൈം ബാക്കിയുണ്ടാവും, അത് കാണാൻ വേണ്ടി ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം LST ഓഫ് ആൻ ആക്ടിവിറ്റി മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഇത് കുറച്ചാൽ കിട്ടുന്ന സംഭവമാണ്. നമ്മൾ ഈ LST EST ഒക്കെ കുറച്ച് കഴിഞ്ഞ സ്ലൈഡ് പഠിച്ചത്. LST മൈനസ് EST അല്ലെങ്കിൽ LFT മൈനസ് EFT, അതാണ് ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ വേറൊരു ഇക്വേഷൻ ആയത് FT ഈസ് ഈക്വൽ ടു TLJ മൈനസ് TI മൈനസ് TIJ. IJ എന്ന് പറഞ്ഞാൽ ഇതാണ് 1, 2 എന്നൊരു ആക്ടിവിറ്റി, നമുക്ക് ഇതിനെ I എന്ന് സൂചിപ്പിക്കുക, ഇതിനെ J എന്ന് സൂചിപ്പിക്കുക. അപ്പൊ TLI മൈനസ് TEI മൈനസ് TIJ, ഇതാണ് TIJ. IJ പറഞ്ഞാൽ ഇവിടെ 1 and 2 ആണ്. IJ പറഞ്ഞാൽ 1 and 2 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഫ്രീ ഫ്ലോട്ട് ഫോർ IJ എന്ന് പറഞ്ഞാൽ EST ഫോർ സക്സസർ ആക്ടിവിറ്റി മൈനസ് EFT ഓഫ് പ്രസന്റ് ആക്ടിവിറ്റി. ഞാൻ കാണിച്ചു തരാം, ഒരു പ്രോബ്ലം ചെയ്യും, അപ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അതായത് ഞാൻ ഇക്വേഷനിലേക്ക് മാറ്റിയാൽ ഇത് FF ആണ്. FF എന്ന് പറഞ്ഞാൽ TEJ മൈനസ് TEI മൈനസ് TIJ, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം.
അതുപോലെ ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോട്ട് മൈനസ് SI ആണ്. അതായത് ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയുടെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു ആക്ടിവിറ്റി. അപ്പൊ ഫ്രീ ഫ്ലോട്ട് ഓഫ് ദാറ്റ് ആക്ടിവിറ്റി മൈനസ് സ്ലാക്ക് ഓഫ് ദ ഹെഡ് ഇവന്റ്, സ്ലാക്ക് ഓഫ് ദ ഹെഡ് അല്ല ടെയിൽ ഇവന്റ്. SI എന്ന് പറഞ്ഞാൽ ടെയിൽ ഇവന്റ് സ്ലാക്ക് ആണ് SI. അതുപോലെ ഇന്റർഫെറിംഗ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ that will be slack of the head event SJ. SJ എന്ന് പറഞ്ഞാൽ ആ നോഡിലെ TL മൈനസ് ടി എത്രയാണ് അതാണ് അതിന്റെ സ്ലാക്ക്. അതിനെയാണ് നമ്മൾ SJ എന്ന് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഫ്രീ ഫ്ലോട്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റർഫെറിംഗ് ഫ്ലോട്ട് നമുക്ക് കിട്ടും. അതിനൊക്കെ ഓരോ ഡെഫിനിഷൻ ഉണ്ട്. One activity is the excess of available time over the activity when the whole job starts as early as possible. വളരെ എളുപ്പം നേരത്തെ തുടങ്ങുകയാണെങ്കിൽ കിട്ടുന്ന, അതായത് ചിത്രത്തിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ വൃത്തി മനസ്സിലാവും. റൈറ്റ്. സോ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിക്ക് 18 to 40, അതായത് 12 മണിക്കൂർ 22 മണിക്കൂർ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വലി ആ ആക്ടിവിറ്റിയുടെ ടൈം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 12 മണിക്കൂറുണ്ട്. അത് ഏറ്റവും ഏർലി തുടങ്ങുന്നത് ഇവിടുന്ന് ഇവിടെ തുടങ്ങാം. 18ാമത്തെ മണിക്കൂറിൽ സ്റ്റാർട്ട് ചെയ്ത് 30ാമത്തെ മണിക്കൂറിൽ ഈ വർക്ക് തീർക്കാം. ദിസ് ഈസ് നോൺ ആസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഇത് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം EFT. നമുക്ക് ലേറ്റ് ആയിട്ടില്ല ഫിനിഷ് ചെയ്യാം. ലേറ്റ് ഫിനിഷ് ആണ് ഇതുവരെ പോവാൻ നമുക്ക്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് ഫിനിഷ്ഡ് ടൈം ആയത് വളരെ ലേറ്റ് ആയിട്ട് വേണം നമുക്ക് ഫിനിഷ് ചെയ്യാം. അതിൽ നിന്ന് ആക്ടിവിറ്റി ടൈം കുറച്ചാൽ കിട്ടുന്ന ഈ സാധനമാണ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഇതെല്ലാം നമ്മൾ പഠിച്ചു തന്നു. LFT എന്ന് പറഞ്ഞാൽ TL മൈനസ് TIJ. ഇത് EST എന്ന് പറഞ്ഞാൽ TE ആണ്. അപ്പൊ T പ്ലസ് TIJ കിട്ടിയാൽ EFT കിട്ടും. നമ്മൾ പഠിച്ച. അപ്പോ ഇതിൽ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ LST മൈനസ് EST ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാണ് ടോട്ടൽ ഫ്ലോട്ട്. ഇതാണ് ടോട്ടൽ ഫ്ലോട്ട്. ഇത് എങ്ങനെ നമുക്ക് കിട്ടും? വാട്ട് ഇസ് ദിസ്? EFT. ഇത് LFT. LFT ന്ന് EFT കുറച്ചാൽ കിട്ടുന്ന സാധനം എന്താണ്? ടോട്ടൽ ഫ്ലോട്ട്. അതാണ് ഈ ഒരു എത്രമാത്രം നമുക്കൊരു ഫ്ലോട്ട് അവിടെ ലഭ്യമാണ്. അതുപോലെ ഇവിടെ LST മൈനസ് EST ഇത് മൈനസ് ആക്കുന്ന സാധനമാണ് ടോട്ടൽ ഫ്ലോട്ട്. ഇതും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞത്. ഗ്രാഫിൽ ഞാൻ കാണിച്ചു തന്നെ. മാക്സിമം അവൈലബിൾ ടൈം ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഈ ടൈമിനുള്ളിൽ തീർത്താൽ മതി ആക്ടിവിറ്റി. വേണമെങ്കിൽ നേരത്തെ തുടങ്ങി തീർക്കാം, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട്. ഈ ഒരു മാക്സിമം അവൈലബിൾ ടൈമിൽ നമ്മൾ ഈ ആക്ടിവിറ്റി ഇത്രയും കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ടോട്ടൽ ടൈം ഓഫ് ദ ഷെഡ്യൂൾ ചേഞ്ച് ആവില്ല. ടോട്ടൽ ടൈം ചേഞ്ച് ആവുന്നില്ല. റൈറ്റ്. സോ ടോട്ടൽ ഫ്ലോട്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കാണിച്ചു തന്ന സെയിം തന്നെയാണ്. യെസ്, ഏർലി സ്റ്റാർട്ട് ടൈം ഇതാണ്, ഏർലി ഫിനിഷ് ടൈം, ഏർലി സ്റ്റാർട്ട് ടൈം, ഏർലി ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. അതിൽ നിന്ന് ഒന്നിക്കൽ EST ന്ന് LST കുറക്കുക. EST ന്ന് LST കുറച്ചാൽ കിട്ടുന്ന ഈ ഭാഗമാണ് ടോട്ടൽ ഫ്ലോട്ട്. ഇതാണ് LST യുടെ ലൈൻ, ഇതാണ് EST യുടെ ലൈൻ. ഇത് കുറച്ചാൽ കിട്ടുന്ന ഭാഗമാണ് ഈ ലൈൻ. അല്ലെങ്കിൽ LFT ന്ന് EFT കുറക്കുക, കിട്ടിയാൽ കിട്ടുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? ടോട്ടൽ ഫ്ലോട്ട്. റൈറ്റ്. ആ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് EST മൈനസ് LST. എളുപ്പം EST മൈനസ് LST, FT ന്ന് FT കുറക്കുക, ലേറ്റസ്റ്റ് ന്ന് ഏർലിയസ്റ്റ്, എന്നാൽ ടോട്ടൽ ഫ്ലോട്ട് കിട്ടും. റൈറ്റ്. ഇനി ഫ്രീ ഫ്ലോട്ട്. ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് അടുത്തൊരു ആക്ടിവിറ്റി ഉണ്ടല്ലേ, അടുത്തൊരു ആക്ടിവിറ്റി എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം, അതാണ് ഒരു സക്സസർ ആക്ടിവിറ്റി ഉണ്ടാവും. ഏർലിയർ സ്റ്റാർട്ട് ടൈം ഓഫ് ദ സക്സസർ മൈനസ് ഏർലിയർ ഫിനിഷ് ടൈം ഓഫ് പ്രീഡിസിസർ. റൈറ്റ്. നേരത്തെ ശ്രദ്ധിക്കുക, നേരത്തെ എന്താണ്? ടോട്ടൽ ഫ്ലോട്ട്. ഇത് ലേറ്റസ്റ്റ് ഫിനിഷ്ഡ് ടൈം ആണ്. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് കറന്റ് ആക്ടിവിറ്റി ആണ്. ഓക്കെ, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് കറന്റ് ആക്ടിവിറ്റി. ആ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് കറന്റ് ആക്ടിവിറ്റിക്ക് ഇന്ന് മൈനസ് TIJ കുറച്ചാൽ കിട്ടുന്ന ഈ ഭാഗമാണ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് ദ ആക്ടിവിറ്റി. അപ്പോ ഇതും ഈ LSTയും ഈ ഒരു പോയിന്റും തമ്മിലുള്ള സാധനമാണ് ടോട്ടൽ ഫ്ലോട്ട്. നേരത്തെ പഠിച്ച ടോട്ടൽ ഫ്ലോട്ട്. പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് EFT ഓഫ് ദ കറന്റ് ആക്ടിവിറ്റി, പ്രിഡിസിസർ ആക്ടിവിറ്റി, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് ദ പ്രിഡിസിസർ ആക്ടിവിറ്റി ിൽ നിന്ന് EST ഓഫ് ദ സക്സസർ ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റി എത്ര നേരത്തെ തുടങ്ങാം, അതാണ് അടുത്ത ആക്ടിവിറ്റി എത്ര നേരത്തെ തുടങ്ങാം. ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് കൺസെപ്ച്വലി.
ഇനി ഇത് പഠിക്കുന്നവർക്ക് പഠിച്ചാൽ മതി. ഈ കൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാണ്ട് ചെയ്യില്ല. ഇതൊന്നും പരീക്ഷയ്ക്ക് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കാനും പോകുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കുക ഏർലിയ സ്റ്റാർട്ട് ടൈം ഓഫ് ദ പുതിയൊരു ആക്ടിവിറ്റിയുടെ ഏർലിയ സ്റ്റാർട്ട് ടൈം എത്ര നേരത്തെ തുടങ്ങാൻ പറ്റും. അതുപോലെ കഴിഞ്ഞ ഓൾറെഡി ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എത്തുന്നത്. ആ ഒരു ഡിഫറൻസ് ആണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി ഇന്റർഫറിംഗ് ഫ്ലോട്ട് ആണ്. ഇന്റർഫറിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഏർലിയർ സ്റ്റാർട്ട് ടൈം ഓഫ് ദ സക്സസർ ഇതിന് മുന്നേ നമ്മൾ ഇപ്പോ ഒരു 5 മിനിറ്റ് മുമ്പേ 5 മിനിറ്റ് ഒരു സെക്കൻഡ് മുന്നേ ഡിസ്കസ് ചെയ്ത ഏർലിയർ സ്റ്റാർട്ട് ടൈം ഓഫ് ദ സക്സസർ. അതുപോലെ ആദ്യത്തെ ടോട്ടൽ ഫ്ലോട്ടിൽ ഒരു LFT ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ, LFT ഇല്ലേ. അപ്പൊ ഇങ്ങോട്ട് വരും. ഈ LFT ഈ EST ഓഫ് ദ സക്സസർ കുറച്ചാൽ കിട്ടുന്ന സാധനമാണ് ഇന്റർഫറിംഗ് ഫ്ലോട്ട്. റൈറ്റ്. വളരെ സിമ്പിൾ ആണ്. ഈ ചിത്രം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊരു ബാർ ചാർട്ട് ഡയഗ്രാം ആണ്. ലാസ്റ്റ് പ്രിഡിസസറിന്റെ ആക്ടിവിറ്റി ഇവിടെ തീരുന്നു. ഉടൻ തന്നെ പുതിയൊരു ആക്ടിവിറ്റി വളരെ നേരത്തെ തുടങ്ങുന്നു. അപ്പോ ഇതിന്റെ നമ്മൾ ഈ ഒരു ലൈൻ നമ്മൾ എന്താ പറഞ്ഞത്, അല്ല നിങ്ങൾക്ക് അറിയാം ഏർലിയർ സ്റ്റാർട്ട് ടൈം EST എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് പറയും, ഇതെന്താ നമ്മൾ പറയുന്നത്, ഒരു സംഭവത്തിന് ഇത് കഴിഞ്ഞ ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ആണ്. ലാസ്റ്റ് പ്രിഡിസസർ ലേറ്റ്, കഴിഞ്ഞ ആക്ടിവിറ്റി LST ഓഫ് പ്രീവിയസ് ആക്ടിവിറ്റി. ഇത് എത്ര ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കണ്ട. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻസ് ഓർത്ത് നോക്കുക. അതാണ് ഏറ്റവും സിമ്പിൾ. ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് നോക്കുക. എന്നാൽ തന്നെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അധികം ചിന്തിച്ചില്ലെങ്കിൽ ഇക്വേഷൻസ് അറിയെങ്കിൽ തന്നെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റും. കോൺസെപ്റ്റ് അങ്ങനെയാണ് വരുന്നത്. റൈറ്റ്. അപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ഇതൊക്കെ മാഷ് പറഞ്ഞു വെച്ചിട്ട് of an activity is the excess of the minimum available time over the activity time. അതൊക്കെയാണ് ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്. ഈ ഇൻഡിപെൻഡന്റ് ഫ്ലോട്ടിനെ കുറിച്ചിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. ജസ്റ്റ് നിങ്ങളെ കോൺസെപ്റ്റിനെ പറ്റിയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തു നോക്കുക. ഓക്കെ. അപ്പോൾ see you in the next class. Bye.